പോലീസ് അന്വേഷണം കാര്യമായിട്ട് നടന്ന പ്രതിയെ പിടിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അത് കൃത്യമായിട്ട് നടക്കണം. ആ, നടക്കില്ല എന്ന് തോന്നാൻ എന്തെങ്കിലും കാരണമുണ്ടോ? നടക്കില്ലെന്ന് മനസ്സിലിരുന്ന് ആരോ പറയുന്ന പോലെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെ നടന്നു. സുധിയേട്ടൻ മരിച്ചു, ആ നടേശനും മരിച്ചു, റൂബിയും മരിച്ചു. സുധിയേട്ടൻ്റെ അച്ഛൻ മരണത്തിന്റെ വക്ക് വരെ എത്തിയിട്ട് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ഇതിൻ്റെയൊക്കെ കാരണക്കാരനെ കണ്ടുപിടിക്കാൻ പോലീസിന് ഇതുവരെ പറ്റിയോ? റൂബിയുടെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? അതിപ്പോ ആ അന്വേഷണം എവിടെ വരെ എത്തുമെന്ന് കണ്ടറിയണം. ഞാൻ വേറൊരു സാധ്യത പറയട്ടെ. പറഞ്ഞു. പോലീസിനെ വിട്, അവരവരുടെ ജോലി ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്ത് വേണേൽ ചെയ്യട്ടെ. നമുക്ക് നമ്മുടെ രീതിയിലൊരു അന്വേഷണം നടത്തിയാലോ? അതിനൊക്കെ പരിമിതികളില്ലേ ഡോക്ടറെ? പോലീസിന് പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? എന്നാലും നമ്മളെ കൊണ്ടാവുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നത്? ശരത്ത് നിത്യ മരിച്ച ദിവസം അവൻ എവിടെയായിരുന്നു? അവൻ എന്തൊക്കെ ചെയ്തു? ആരെയൊക്കെ കണ്ടു? അത് കണ്ടുപിടിക്കാൻ നമ്മൾ വിചാരിച്ചാൽ പറ്റില്ലേ? അത് പറ്റും. എങ്കിൽ അങ്ങനെ ചെയ്യണം സിദ്ധു. എനിക്ക് അവനെ ആ സംശയം. അവനല്ലാതെ വേറെ ആരും ഇങ്ങനെ ചെയ്യില്ല. എനിക്കും ആ സംശയം ഇല്ലാതില്ല. പക്ഷേ തെളിവ് വേണ്ടേ? എവിഡൻസ് അല്ലേ പ്രധാനം. നമ്മുടെ മുൻപിലാണെങ്കിൽ അവനെ ആ മർഡറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒന്നുമില്ല. അതുണ്ടാക്കിയെടുക്കാനാ അന്നത്തെ ദിവസം അവൻ എന്തൊക്കെ ചെയ്തു എന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ അന്വേഷിച്ചാൽ എന്തെങ്കിലും കിട്ടിയാലോ? കിട്ടും സിദ്ധു, കിട്ടുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എന്ത് സഹായം വേണേലും ഞാൻ ചെയ്യാം. പോലീസല്ല, നമ്മൾ ആ കൊലയാളിയെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് സിദ്ധു വിചാരിച്ചാൽ നടക്കും. നമ്മളത് ചെയ്തിരിക്കും ഡോക്ടറെ, അതിലൊരു സംശയവും വേണ്ട. കാരണം മരിച്ചത് എൻ്റെ അനിയത്തിയാ. അവളെ കൊന്നവനെ കണ്ടുപിടിക്കേണ്ടത് എൻ്റെ ജോലിയാ. ഞാനത് ചെയ്തിരിക്കും. വാ.